നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്കും നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് കേരളത്തിൽ പോലീസ് ഭീകരത ആരോപിച്ച. മഹിളാ മോർച്ച സംസ്ഥാന ശില്പശാല കുളപ്പുള്ളിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പ്രവർത്തകർക്ക് ആഹ്വാനം. BJPയിൽ കൂടുതൽ വനിതാ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനും തീരുമാനം. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അർഷലായത് ആലുവ സ്വദേശി റിച്ചു. മയക്കുമരുന്ന് പുറത്തെടുത്ത് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സ്വതന്ത്ര വികസന മുന്നണിയുമായി മുൻ DCC പ്രസിഡന്റ് AV ഗോപിനാഥ്. പെരുങ്ങോട്ടൂർച്ചിൽ മത്സരം ശക്തമാകുമെന്ന സൂചന. ഇടതുചേരിയുടെ അടുത്ത മുൻ MLAയുടെ മുന്നണി ഉയർത്തുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞ് കോൺഗ്രസും രംഗത്തെത്തുന്നതോടെ പ്രദേശം ജില്ല ഉറ്റുനോക്കുന്ന മത്സരവേദിയാകും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിരിഞ്ഞുപോകാൻ തയ്യാറാകാതിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎസ്പി ഓഫീസ് മാർച്ച്. പോലീസിനെ ഇറക്കി അക്രമത്തിലൂടെ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഭയപ്പെടുത്താമെന്ന് സർക്കാരും പോലീസും കരുതേണ്ടെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് പറഞ്ഞു. വിപിൻ അധ്യക്ഷത വഹിച്ചു. രതീഷ് പുതുശ്ശേരി, ഷഫീഖ് അത്തിക്കോട്, അജാസ് കുഴൽമന്ദം, നിഖിൽ കണ്ണാടി, മനു C കല്ലിങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. ആലുവ സ്വദേശി റിച്ചുവാണ് പിടിയിലായത്. യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. തൃശൂർ റേഞ്ച് എക്സൈസ് സംഘമാണ് MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പ്രതി പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആദ്യഘട്ടത്തിൽ യുവാവിനെ പരിശോധിച്ചപ്പോൾ MDMA കണ്ടെത്താനായില്ല. പിന്നീട് ഇയാളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ സ്കാനിങ്ങിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജന്റെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. ഇയാൾ നേരത്തെയും മയക്കുമരുന്ന് കടത്തിയിട്ടുള്ള ആളാണെന്ന് എക്സൈസ് അറിയിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇടപാടുകാരനെ കാത്തുനിൽക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. യുവാവിൻ്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ എക്സൈസ് സംഘം പരിശോധിക്കും. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്നും തൃശൂരിൽ മയക്കുമരുന്ന് കൈമാറാൻ ആരെയാണ് കാത്തുനിന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ കൂടുതൽ വനിതാ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പാക്കാനും മഹിളാ മോർച്ച സംഘടന പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനും കുളപ്പുള്ളിയിൽ ചേർന്ന മഹിളാ മോർച്ച സംസ്ഥാന നേതൃശില്പശാലയിൽ ആഹ്വാനം. കൂടുതൽ വനിതകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു പ്രധാനമായും മഹിളാ മോർച്ച സംസ്ഥാന നേതൃതല ശില്പശാല കുളപ്പുള്ളിയിൽ ചേർന്നത്. സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട സ്ത്രീകളെ പാർട്ടിയോട് അടുപ്പിക്കാനും ശില്പശാലയിൽ ലക്ഷ്യമിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പാർട്ടി വനിതാ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പാക്കാനും മഹിളാ മോർച്ച സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനും ശില്പശാലയിൽ ആഹ്വാനം. കുളപ്പുള്ളിയിലെ ഗസീബോ ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന ശില്പശാല BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മോദിയുടെ ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും സംസ്ഥാന സർക്കാരിൻ്റെ ദുർഭരണത്തെ രൂക്ഷമായും വിമർശിച്ചായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗം. മാറി മാറി ഭരണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും കേരളത്തിൻ്റെ നിയമസഭ കൂടുന്ന സമയത്ത് നമ്മൾ കാണാം, എവിടെയെങ്കിലും അല്പം ചില സ്ഥലങ്ങളിൽ മാത്രം
ചില കസേരകളിൽ മാത്രം ഇന്നും സ്ത്രീകൾ, അത് മാർക്സിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് പ്രസ്ഥാനമാകട്ടെ, ഭരിക്കാൻ അവർക്ക് അവരുടെ മുഖ്യമന്ത്രിയെ കിട്ടിയ സമയത്ത് പോലും കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഉന്നതമായിട്ടുള്ള പ്രവൃത്തിയിലാണല്ലോ ഔന്നത്യം, ഉന്നതമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാനുള്ള വേദികളിൽ മന്ത്രിമാരായി സ്ത്രീകളെ കാണുന്നില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ്. വിവിധ ജില്ലകളിൽ നിന്നായി 200-ലേറെ പേർ ശില്പശാലയിൽ പങ്കെടുത്തു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് അധ്യക്ഷയായി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് മിഷൻ 2020-25 അവതരിപ്പിച്ചു. പ്രൊഫസർ VT രമ ടീച്ചർ മാർഗനിർദ്ദേശം നൽകി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, ഡോക്ടർ പ്രമീള ദേവി, സിനി മനോജ്, ശ്രീജ സി നായർ, അഞ്ജന രഞ്ജിത്ത്, വേണു സുരേഷ്, സിന്ധുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മലമ്പുഴയിലെ ജനവാസ മേഖലയിൽ പുലിയെ അവശനിലയിൽ കണ്ടെത്തി. 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലിയെയാണ് അവശനിലയിൽ നാട്ടുകാർ കണ്ടത്. വനം വകുപ്പ് എത്തി പുലിയെ കൂട്ടിൽ ആക്കിയ ശേഷം ചികിത്സയ്ക്കായി കൊണ്ടുപോയി. വനം വകുപ്പ് കൂട്ടിലാക്കിയ പുലിയെ ചികിത്സയ്ക്കായി ധോണിയിലെ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് മാറ്റി. ഇന്ന് രാവിലെയാണ് മലമ്പുഴ ചേമ്പനയിലെ ജനവാസ മേഖലയിൽ പുലിയെ അവശനിലയിൽ കണ്ടെത്തിയത്. ഏകദേശം 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലി പ്രദേശത്തെ ഒരു തോടിനരികിൽ അവശനിലയിൽ കിടക്കുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി പുലിയെ കൂട്ടിലാക്കി. ധോണിയിലെ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് പിന്നീട് മാറ്റി. ആരോഗ്യനില മോശമാണെന്നും ഡോക്ടറെത്തി പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂവെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. പുലിയുടെ കൈക്കും ഇടുപ്പിനും പരിക്കുണ്ടെന്നാണ് വനംവകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോൺഗ്രസിൽ നിന്നും വിട്ട് ഇടത് ചേരിയോട് അടുപ്പത്തിലായ മുൻ MLAയും മുൻ DCC പ്രസിഡന്റുമായ AV ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ വിപുലീകരിച്ച സ്വതന്ത്ര വികസന മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു. LDFുമായി അടുത്ത ശേഷം ഗോപിനാഥിന് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻപത്തേക്കാൾ നില മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. കോൺഗ്രസുകാരും മുഖം രക്ഷിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണിവിടെ. 35 വർഷത്തോളമായി കോൺഗ്രസ് ഭരണത്തിലുള്ള പഞ്ചായത്താണ് പെരിങ്ങോട്ടുകുറിശി. കോൺഗ്രസ് വിട്ട ശേഷം ആദ്യമായി നേരിടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിച്ഛായയ്ക്ക് ഒട്ടും മങ്ങലേൽക്കാതെ നിലനിർത്തുക എന്നത് ഗോപിനാഥിനും പുതിയ പാർട്ടിക്കും ബാധ്യതയാണ്. പെരിങ്ങോട്ടുകുറിശി സെന്ററിൽ പഞ്ചായത്ത് കോംപ്ലക്സിൽ IDFിൻ്റെ പുതിയ ഓഫീസ് സജ്ജീകരിക്കുന്ന തിരക്കിലാണ്. കഴിഞ്ഞ ദിവസം പരുത്തിപ്പുള്ളി കരിങ്കുളം സെന്ററിൽ AV ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്ന കോൺഗ്രസ് കൊടിമരം വെള്ളക്കളർ പെയിൻ്റടിച്ച് IDFിൻ്റെ പതാക സ്ഥാപിച്ചിരുന്നു. LDFുമായി അടുത്ത ഗോപിനാഥിന് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുമ്പത്തേക്കാൾ നില മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമായിട്ടുണ്ട്. മുമ്പത്തേതിൽ നിന്നും താഴോട്ട് പോയാൽ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ പ്രഹരമായി തീരും. കോൺഗ്രസുകാരും മുഖം രക്ഷിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് ഇവിടെ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം AEO DEO ഓഫീസ് ധർണ നടത്തി. KCA ജില്ലാ പ്രസിഡന്റ് AM അജിത്ത് ഉദ്ഘാടനം ചെയ്തു. ടെറ്റ് വിഷയത്തിൽ അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക, ഭിന്നശേഷി നിയമനത്തിന് തസ്തിക മാറ്റിവെച്ചാൽ മറ്റ് നിയമനങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക, ആധാറുള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തിക നിർണയം പുനഃക്രമീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു AEO DEO ഓഫീസ് ധർണ. KSTA ഒറ്റപ്പാലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ജില്ലാ പ്രസിഡന്റ് MA അജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ സമയത്താണ് സുപ്രീം കോടതിയിൽ തമിഴ്നാട്ടിലുള്ള ചില സംഘടനക്കാരും മറ്റുമൊക്കെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ സമീപിക്കുന്നത്. അവിടെ നിന്നാണ് ടെസ്റ്റ് ഉണ്ടാവുന്നത്. സുപ്രീം കോടതി ഈ നിയമം, കേന്ദ്രം പാസാക്കിയ നിയമത്തിൽ ഒരു ഇളവും കൊടുക്കാൻ കഴിയില്ലെന്ന് ഈ സെപ്റ്റംബർ 1 വിധിച്ചു. സ്വാഭാവികമായിട്ടും രാജ്യത്തെ മുഴുവൻ അധ്യാപകർക്കും ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. സുപ്രീം കോടതി വിധിച്ചാലും വിധിച്ചില്ലെങ്കിലും കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കാൻ, അത് നടപ്പിലാക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാന സർക്കാരുകൾക്കുമുണ്ട്. സ്വാഭാവികമായ നിയമം നടപ്പിലാകും. പക്ഷെ കേരളത്തിൽ ഉത്തരവാദിത്തമുള്ളൊരു സർക്കാർ ഈ നിമിഷം വരെ ഈ ടെറ്റ് പരീക്ഷ പാസ്സാവാത്തതിന്റെ പേരിൽ ഒരാളെ പോലും പിരിച്ചുവിട്ടിട്ടില്ല. ഉപജില്ലാ പ്രസിഡന്റ് S സുജീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EP ഗിരീഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM വെങ്കടേശ്വരൻ, M ബിന്ദു, ജില്ലാ കമ്മിറ്റി അംഗം S സുനിത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവം 2025 തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EP പൗലോസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ER രാമദാസ്, CDS ചെയർപേഴ്സൺ ബിന്ദു എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 20 മുതൽ 29 വരെ വിവിധ ദിവസങ്ങളിലായാണ് മത്സര പരിപാടികൾ നടക്കുന്നത്. ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നീ മത്സരങ്ങൾ പെരുങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും, അത്ലറ്റിക്സ് കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സിന്തറ്റിക് ട്രാക്കിലും, കലാമത്സരങ്ങൾ പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഹാളിലുമാണ് നടക്കുക. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വൈദ്യന്മാർ ഒന്നിച്ചാലോചിച്ച് രോഗനിർണയം നടത്തി ചികിത്സ നിശ്ചയിക്കുന്ന രീതിയുടെ പുനരാവിഷ്കാരം ശ്രദ്ധേയം. ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിലാണ് മാസം തോറും 3-ാമത്തെ ശനിയാഴ്ചകളിൽ ഈ ചികിത്സാ രീതി നടപ്പാക്കുന്നത്. അഷ്ടവൈദ്യൻ ദിവാകരൻ മൂസിൻ്റെ നേതൃത്വത്തിലുള്ള പാനലിൽ ഡോക്ടർ നരിപ്പറമ്പ് മന ദേവൻ നമ്പൂതിരി, ഡോക്ടർ K ശശിധരൻ, ഡോക്ടർ KP ശ്രീനിവാസൻ, ഡോക്ടർ V വിനീഷ്, ഡോക്ടർ SV മൃത്യുഞ്ജയ പ്രസാദ്, ഡോക്ടർ KS മീര എന്നിവർ ഉൾപ്പെടുന്നു. 2 ദേശീയ അംഗീകാരങ്ങളുമായി കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക്. 2025 മികച്ച കസ്റ്റമർ എൻഗേജ്മെൻറ്റ് ഇന്നോവേഷൻ ലോസ് LMS ട്രാൻസ്ഫോർമേഷൻ അവാർഡുകളാണ് കുളപ്പള്ളി ബാങ്കിന് ലഭിച്ചത്. ഗോവയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത്, ഡയറക്ടർ P സോമസുന്ദരൻ, സെക്രട്ടറി K വിനോദ് മേനോൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. കോതകുറിശി ചേറമ്പറ്റ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ഭാഗവത സപ്താഹയജ്ഞവും നടക്കും. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന ആഘോഷ പരിപാടികളെക്കുറിച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. സെപ്റ്റംബർ 22 തിങ്കളാഴ്ച വൈകുന്നേരം 4:30 നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ നിർവഹിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ ചെയർമാൻ ദണ്ഡവാണി മാസ്റ്റർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വൈകുന്നേരം 6 മുതൽ ഡോക്ടർ പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജപലഹരി അരങ്ങിലെത്തും. 2025 ചേറമ്പറ്റ ദേവി പുരസ്കാരം ഡോക്ടർ പ്രശാന്ത് വർമ്മയ്ക്ക് നൽകി ആദരിക്കും. 23 വൈകുന്നേരം 4:30 ആചാര്യവരണത്തോടെ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമാകും. ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സായാഹ്നങ്ങളിൽ വിശേഷ കലാസാംസ്കാരിക പരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശ്രീ ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ 2025 നവരാത്രി ആഘോഷവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ഈ വരുന്ന സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 കൂടിയ ദിവസങ്ങളിൽ ഭക്തിസാന്ദ്രമായി ആഘോഷിക്കുകയാണ്. അതിൻ്റെ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരിയാണ്. 22-ാം തീയതി വൈകുന്നേരം 4:30 നടക്കുന്ന ഉദ്ഘാടന സദസ്സ് ഗന്ധർവ ഗാനരചയിതാവ് അനശ്വര കവി വയലാർ രാമവർമ്മയുടെ മകൻ പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യുകയാണ്. അന്ന് വൈകുന്നേരം തന്നെ 6 മണിക്ക് ഡോക്ടർ പ്രശാന്ത് വർമ്മ അവതരിപ്പിക്കുന്ന മാനസ ജപലഹരി എന്ന സംഗീത പരിപാടി ഉണ്ടായിരിക്കും. അതിൽ വെച്ച് അദ്ദേഹത്തിന് ഈ വർഷത്തെ ശ്രീ ചേറമ്പറ്റ ദേവി പുരസ്കാരം സമർപ്പിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുജേഷ് S ഉണ്ണി, നവരാത്രി സ്വാഗത സംഘം ചെയർമാൻ സുധീർ പടിയത്ത് പറമ്പിൽ, ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KP ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് DYSP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്കും നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് കേരളത്തിൽ പോലീസ് ഭീകരത ആരോപിച്ച. മഹിളാ മോർച്ച സംസ്ഥാന ശില്പശാല കുളപ്പുള്ളിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പ്രവർത്തകർക്ക് ആഹ്വാനം. BJPയിൽ കൂടുതൽ വനിതാ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനും തീരുമാനം. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അർഷലായത് ആലുവ സ്വദേശി റിച്ചു. മയക്കുമരുന്ന് പുറത്തെടുത്ത് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സ്വതന്ത്ര വികസന മുന്നണിയുമായി മുൻ DCC പ്രസിഡന്റ് AV ഗോപിനാഥ്. പെരുങ്ങോട്ടുകുറിശിയിൽ മത്സരം ശക്തമാകുമെന്ന സൂചന. ഇടതുചേരിയുടെ അടുത്ത മുൻ MLAയുടെ മുന്നണി ഉയർത്തുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞ് കോൺഗ്രസും രംഗത്തെത്തുന്നതോടെ പ്രദേശം ജില്ല ഉറ്റുനോക്കുന്ന മത്സരവേദിയാകും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.